ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജൈവ വളമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് കൈ നിറയെ കോരി ഒഴിച്ച് കൊടുക്കാം. ഇഷ്ടം പോലെ ഒരു ക്വാണ്ടിറ്റി പോലും നോക്കണ്ട, അതിന് മാത്രം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് വലിയ രീതിയിലുള്ള കൃഷി, ഇപ്പോൾ വാഴക്കൃഷി, ആയിരക്കണക്കിന് വാഴക്കൃഷിയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലത്. ഏത് ചെടിക്കും ഉപയോഗിക്കുക. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ലിറ്ററിൻ്റെ ഒരു ക്യാൻ വാങ്ങുക. എന്നിട്ട് അതിനകത്ത് 200 ലിറ്റർ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് 2 കിലോ ശർക്കര ഇട്ട് കൊടുക്കണം. ഞാനിത് കറക്റ്റായിട്ട് 2 കിലോ ഇട്ടിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 1.5 കിലോളം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി വന്നത് ഇളക്കണം. വലത്തോട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഡെയിലി ഒരു 5 മിനിറ്റ് ഇളക്കണം. ഒരു 3-4 ദിവസം ഇങ്ങനെ ഇളക്കണം. നമ്മളൊരു 3-4 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളകി കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് പുളിപ്പൊക്കെ കയറിയ നല്ലൊരു ഫെർമെൻ്റ് ആകുമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല ശർക്കര നല്ലതായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഒരു 3-4 ദിവസം ഞാനിത് വെച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഡെയിലി വന്നിങ്ങനെ ഇളക്കും. രാവിലെ വൈകിട്ട് ഇളക്കുമ്പോഴത്തേക്കും അത് കൂടുതൽ ഇതായി മിക്സായിട്ട് ഫെർമെൻ്റ് ആവും. ഇത് നമ്മൾ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന വടി, അത് ഇരുമ്പിൻ്റെ ഒന്നും ആകാതിരിക്കും നല്ലത്. നല്ല തടിയുടെ ആയിരിക്കണം. അത് നല്ല നീളമുള്ളത്, ഇത്രയും നീളമുള്ളതായിരിക്കണം. അതുകൂടെ ആ തടിയുടെ വടി ഉപയോഗിച്ച് നമുക്ക് വേറെ യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് പുറത്തെവിടെയും വെക്കാൻ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുട്ടുകയോ തട്ടുകയോ അല്ലെങ്കിൽ അത് വൃത്തികേടൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ, അഴുക്ക് സാധനങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബലം കുറയും. കാരണം ഇത് ജൈവമാണ്, ജീവാണു വളം ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെക്കണം. അടപ്പിട്ട് അടയ്ക്കാം, പക്ഷേ എയർ ടൈറ്റ് വേണമെന്നില്ല. കോട്ടൺ തുണി ഇട്ടിട്ട് അടച്ചു വയ്ക്കുന്നതായിരിക്കും എന്നുള്ള ഉചിതം. എന്നിട്ട് തുറക്കണ്ട. പിറ്റേ ദിവസം ഒരു 2-3 ദിവസം ഇങ്ങനെ ഇളക്കി നല്ല മിക്സാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പ്രക്രിയ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇതിന് വേസ്റ്റ് ഡീകമ്പോസർ എന്നാണ് പറയുന്നത്. വേസ്റ്റ് ഡീകമ്പോസർ ഇത് കടകളിൽ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൽ 2-3 കൊല്ലം എക്സ്പയറിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഇരുന്നോളും. ഇതിങ്ങനെ ഒരു നെയ്യ് കണ്ടു കഴിഞ്ഞാൽ നെയ്യാന്ന് തോന്നുന്നു. നെയ്യോ വെണ്ണ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. നെയ്യ് മാതിരിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു നല്ലൊരു മിശ്രിതമാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ആറ് കാരണവശാലും തുറന്നിട്ട് മൂക്കിന് ബുദ്ധിമുട്ടുള്ളവർ തുറക്കരുത്. കെമിക്കലൊന്നുമല്ല. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ ചാണകത്തിൽ നിന്നുള്ള ജൈവാണു വേർതിരിച്ചെടുത്തിട്ട് അതിനകത്ത് അത് കൾച്ചർ ചെയ്ത് അത് ഇതിനകത്താക്കി കുപ്പിക്കകത്ത് വരുന്ന. പക്ഷേ ഇത് തുറന്ന കുഴപ്പമൊന്നുമില്ല, മണം ശ്വസിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര കടുത്ത സ്മെല്ല്. നമ്മൾ കാക്കുഷ്ടാങ്ക് പൊട്ടിക്കുന്നതായിരിക്കും സത്യത്തിൽ. അതുമാതിരി സ്മെല്ലായിരിക്കും. ചില ആൾക്കാർക്ക് പിടിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ മണക്കത്ത് നോക്കരുത്. അത്രയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വരും ഇതിൻ്റെ മണം. പക്ഷേ ഇത് കുഴപ്പമുള്ള സാധനമല്ല, ജൈവമാണ്. ഞങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് എനിക്ക് ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഞാൻ ആ കമ്പോസർ മുഴുവനും ഇതിനകത്തോട്ട് എടുത്തു. ഇതിനകത്ത് കുറുകുറ നല്ലൊരു കുഴമ്പുമായിരിക്കും. അത് നല്ലപോലെ മിക്സാക്കി ഇത് വെള്ളത്തിലും ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി വേണം നമ്മുടെ പണി. ഇതിന് നമ്മൾ 7 ദിവസത്തോളം 6 ദിവസമെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് നമ്മൾ അതങ്ങനെ മുന്നേ പറഞ്ഞ മാതിരി സൂക്ഷിച്ച് വയ്ക്കുക. ഒരു 6-7 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ വാഴയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ എന്തിനു വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഏത് ചെടിക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനോർമസായിട്ട് ഉപയോഗിക്കുക. മറ്റേ ലുബ്ധിച്ച് നമ്മൾ ഈ വളം പൈസ കൊടുത്ത് 1500 രൂപ വളം മേടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. മഴയെ തൊലിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യം. ഇത് ഇഷ്ടംപോലെ ഒഴിച്ചും കൊടുക്കാം. ഇത് മണ്ണിലുള്ള ജൈവാംശങ്ങൾ അല്ലെങ്കിൽ മണ്ണിലുള്ള ജീവാണു അതിനെയൊക്കെ ക്രമീകരിച്ച് വാഴയ്ക്കോ സസ്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്നൊരു സംഭവമാണിത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.